ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ. ഒരു നിയോഗം ഇതാണ്: ദൈവത്തെ അറിയണം, ദൈവത്തോട് അടുക്കണം, ദൈവവചനം അറിയണം, ആ ദൈവവചനത്തോട് ഒരാൾ അടുക്കണം. അതൊരു വിജയത്തിൻ്റെ രഹസ്യമാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെടി ഉണങ്ങിപ്പോയെന്നിരിക്കട്ടെ, എന്തേലും ഒരു കാരണം കാണും. അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെടി നന്നായിട്ട് വളരുന്നു, അത് പൂ കായ്ക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നു, അതിനും ഒരു കാരണമുണ്ട്. ഒന്നുണങ്ങിപ്പോകാനും ഒന്ന് നന്നായി വരാനും കാരണമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ചിലരുടെ ജീവിതം ഉണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ വാടിപ്പോകുന്നു, രക്ഷപ്പെടാതെ പോകുന്നു, തകർന്നു പോകുന്നു. എന്തോ ഒരു കാരണമുണ്ട്. ചിലരുടെ ജീവിതം വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് വരുന്നു. നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ആ വ്യക്തിയൊക്കെ ആ തരത്തിൽ രക്ഷപ്പെട്ടു വരുമെന്ന്. അതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട്. എല്ലാ ഉയർച്ചയ്ക്കും എല്ലാ തകർച്ചയ്ക്കും കാരണമുണ്ട്. ജീവിതത്തിൽ വിജയിച്ചവരെ ആരെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പരിചയം കാണും. ജീവിതത്തിൽ വല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു പോയ കുറേ പേരെ നിങ്ങൾക്ക് പരിചയം കാണും. അതൊക്കെ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ പൊട്ടിത്തകർന്നു പോയവരൊക്കെ ഒരു കാലത്ത് വലിയ മിടുക്കന്മാരും വലിയ കേമന്മാരും ഒക്കെ ആയിരുന്നു. നേരിട്ട് കണ്ടാൽ ചിരിക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര വാഹനം, ഭയങ്കര ജോലി, ഭയങ്കര സൗന്ദര്യം, എല്ലാം വലിയ ആളായിരുന്നു. പക്ഷെ ആ യാത്രയിൽ അയാൾ പ്രതീക്ഷിച്ചതുപോലൊന്നുമല്ല ജീവിതത്തിൽ പലതും കയറി വന്നത്. ജീവിതം അനുഗ്രഹമാക്കുന്നത് ആരെന്നറിയാമോ? സ്വർഗത്തെ സ്വർഗമാക്കുന്ന എന്നറിയാമോ? അവിടെയുള്ള ദൈവ സാന്നിധ്യമാണ്. നരകത്തെ നരകമാക്കുന്ന എന്നറിയാമോ? ദൈവ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയാണ് അതിനെ നരകമാക്കുന്നതും. ദൈവ സാന്നിധ്യമാണ് ഒന്നിനെ സ്വർഗമാക്കുന്നതും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു മനസ്സോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. വലിയവരെന്നോ ചെറിയവരെന്നോ ഭാവവ്യത്യാസം കൂടാതെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നല്ലൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരും. അത് ഞാനല്ല തരുന്നത്, അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നവണ്ണം ദൈവം അത് അനുവദിച്ചു തരും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും ധ്യാനങ്ങൾക്ക് പോകാറുണ്ട്, പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അങ്ങനെ പോയപ്പോൾ കണ്ട ഒരുപാട് അനുഭവങ്ങൾ, 8 വർഷത്തെ അനുഭവങ്ങൾ നമുക്കുണ്ട്. 8 വർഷത്തെ, എന്നേക്കാൾ അനുഭവമുള്ളവരും അറിവുള്ളവരും ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കുറേ ജീവിതങ്ങളെ കണ്ടു, ഒരുപാട് ജീവിതങ്ങളെ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനത്തിന് പോയ സ്ഥലത്ത് അയാൾക്ക് 10 രൂപ നേർച്ചയിടാനില്ല. 7000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഉള്ളത്. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ നുണയാണ് പറയുന്നത്, നിങ്ങൾ പറയും. 7000 സ്ക്വയർ ഫീറ്റിന് 16 ഭാരത് ബെൻസിൻ്റെ ലോറി ഉണ്ടായിരുന്നു, ഒരു ഇന്നോവ ഉണ്ടായിരുന്നു, വേറെ ഇന്നോവ ക്രിസ്റ്റ, പിന്നെ വേറെ കുറേ വാഹനം, എല്ലാം പെറുക്കി വിറ്റു. 7000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടെന്ന് പറഞ്ഞാൽ അത് അടിച്ചു തൂത്ത് വാരിയെടുക്കാൻ പോലും അവർക്കിനി പറ്റത്തില്ല. അവരുടെ മകൻ കടബാധ്യത കാരണം ഇറ്റലിക്ക് നാട് വിട്ടു, കള്ള തരത്തിൽ വിസിറ്റിംഗ് വിസയിൽ പോയി. ഇപ്പം അങ്ങോട്ടും വരാൻ പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല. അവിടെ പോയി ഒരു പ്രായമുള്ള ഒരാളെ നോക്കുവാണ്, ഒരു അമ്മച്ചിനെ നോക്കുവാണ്. ഒരു വീട്ടിൽ വേലക്കാരനായിട്ട് നിൽക്കുകയാണ്. നാട്ടിൽ 7000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ഇന്ന് ഭാര്യ വീട്ടുകാരാണ് കാറില്ലാതിരിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു ചെറിയ പഴയ കാറ് തൽക്കാലത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു 7 വർഷം കൊണ്ട് അയാൾ തകർന്നെത്തിയ സ്ഥലമാണത്. എന്തെന്നറിയാമോ? 7000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊരു ഇന്നാരും അത് കച്ചവടം പറയുന്നില്ല, വന്ന് നോക്കും. അതെടുക്കുന്നയാളെ എന്നേക്കാർ പിടിക്കും.
ഇത്രയും പൈസ മുടക്കി, അത് കോടികളാണ് ആ വീടിന് വില പറയുന്നത്. ആരും കച്ചവടം പറയില്ല. അത് വിറ്റാൽ പോലും തീരത്തുമില്ല കടവും. അപ്പോൾ നമ്മൾ തോന്നുന്നു ഇയാൾ ബുദ്ധിമാനല്ലേ, പൊട്ടനാണോ? പൊട്ടനായതുകൊണ്ടല്ല, അതിബുദ്ധിമാനാണ്. പക്ഷേ ദൈവാധീനം എന്ന സാധനം ഇല്ല. എന്ത്? ദൈവാനുഗ്രഹം എന്ന് പറയും. അതില്ലാത്ത ആൾക്കാർ ഭയങ്കര അതിബുദ്ധിമാന്മാരും മിടുക്കരുമാണ്, പക്ഷെ പൊട്ടിപ്പോവും. എന്നേക്കാൾ കൂടുതൽ ആൾക്കാരെ നിങ്ങൾക്കറിയായിരിക്കും. നമ്മളും ചിന്തിച്ചു നോക്കണം. പലരുടെ ജീവിതവും കുടുംബവും ഒക്കെ തകർന്നു പോയത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ കുറവാണ്. ദൈവം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നല്ലൊരു ദൈവാനുഗ്രഹം മേടിച്ചെടുക്കണം. അതൊരു വിജയത്തിൻ്റെ രഹസ്യമാണ്. അതില്ലാതെ നമുക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്, കുറച്ചൊക്കെ ജയിക്കും, കുറച്ചൊക്കെ മുന്നോട്ട് പോകും. പക്ഷെ വിചാരിക്കാത്ത സമയത്ത് താളം തെറ്റിപ്പോവും, വീണുപോകും. നല്ല ആരോഗ്യമുള്ള ഒരു സമയത്ത് ഒരാൾ പറയും എനിക്ക് ദൈവാനുഗ്രഹമൊന്നും വേണ്ട. നല്ല സൗന്ദര്യമുള്ളപ്പോൾ പറയും എനിക്ക് ആരുടെ സഹായമൊന്നും ആവശ്യമില്ല, ആ ഒറ്റയ്ക്ക് ജീവിക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു തടിപ്പ് വന്നാൽ മതി, 2 കാൽമുട്ട് പിറക്കും. ഒരാൾ പറഞ്ഞു എത്ര വലിയ പണക്കാരനെയും ദൈവത്തിന് മുട്ടുകുത്തിക്കാൻ 3 മിനിറ്റ് വേണ്ട. എത്ര മിനിറ്റ്? എപ്പം മുട്ടുകുത്തും? അയാൾ ഡോക്ടറുടെ മുമ്പിൽ പോയിരിക്കട്ടെ, ഡോക്ടർ അദ്ദേഹത്തോട് പറയാണ് താങ്കൾക്ക് ക്യാൻസർ ആണെന്നൊരു സംശയമുണ്ട്. അത് പറയാനെടുത്ത സമയം 5 സെക്കൻഡ്. ഭയങ്കര ധൈര്യമുള്ള ആളും ഭയങ്കര ശക്തനും ഭയങ്കര വലിയ ആളായിരുന്നു. പക്ഷെ ഡോക്ടറുടെ മുമ്പിലിരിക്കുന്ന 1 മിനിറ്റ് കൊണ്ട് അയാൾ താഴെ വീണു, പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കരയണോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ പിടുത്തം വിട്ടുപോയി. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു ദൈവാനുഗ്രഹം നമുക്ക് വേണം, ദൈവിക സംരക്ഷണം വേണം, ദൈവാനുഗ്രഹം വേണം. നമ്മളതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എൻ്റേതായ കുറേ കുറവുകളും ലിമിറ്റേഷനുമുണ്ട്. ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നു എന്ന് കാണാൻ നിങ്ങൾ നാളെ എന്നെ ധ്യാനഗുരു എന്ന് വിളിക്കരുത്. ഞാൻ ധ്യാനഗുരുവായിട്ടല്ല ഇവിടെ വന്നത്, ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ടാണ്. ഞാൻ ആ പേര് ഇഷ്ടപ്പെടുന്നില്ല, എന്നെ അത് വിളിക്കുന്നത്. നിങ്ങൾ ആരെയും ഗുരു എന്ന് വിളിക്കരുതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ധ്യാനഗുരുവായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷകനായി, നിങ്ങളുടെ ശുശ്രൂഷകനായി, ദൈവത്തിൻ്റെ ദാസനായി എളിമയോടെയാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ ഒരുപോലെ ഇരുന്ന് വചനം കേൾക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, ദൈവത്തിൻ്റെ സഹായം വേണം, ദൈവത്തിൻ്റെ സഹായം വേണം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം, ദൈവാധീനം, ദൈവാനുഗ്രഹം നമുക്ക് വേണം. കണ്ണുകളെ ഒന്ന് അടച്ച് ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾ മാത്രം അറിയുന്ന നിങ്ങളുടെ ഒരു വിഷമം കാണും. ചിലപ്പം ഏതൊക്കെയോ ദുഃഖത്തിലായിരിക്കും നിങ്ങൾ. നല്ല കാറിനും നല്ല വസ്ത്രവും നിങ്ങൾ ധരിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ അതീവ ദുഃഖിതമായിരിക്കാം. ദൈവകരങ്ങളിലേക്ക് ആ ദുഃഖം കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളെ തൊടുവാൻ, ദൈവം നിങ്ങളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ദേശത്ത് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയതിന്റെ പിറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. ഒരു ദൈവ പദ്ധതിയുണ്ട്. ഇത് ദൈവ പദ്ധതിയിൽപ്പെട്ട ഒരു സമയമാണ്. നിങ്ങൾ ഇഷ്ടമുണ്ടായിരിക്കാം, ഇഷ്ടമില്ലാതിരിക്കാം, നിങ്ങൾ വിശ്വാസിയായിരിക്കാം, അല്ലാതിരിക്കാം, എന്തുമാകട്ടെ, ദൈവം നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കുടക്കീഴിൽ നിങ്ങൾ വന്നിരിക്കുകയില്ലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും.
ഇന്നുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും ഈ വചന ശുശ്രൂഷയുടെ സമയത്തായിരിക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം അയക്കുന്നതെങ്കിലോ, ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്നതെങ്കിലോ, നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതെങ്കിലോ, നമ്മളുടെ മേൽ ദൈവം അയക്കുന്ന വലിയ വിടുതൽ സംഭവിക്കുന്നതെങ്കിലോ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടലിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച്, ഞാനും എന്റെ കുടുംബവും ഈ ദേശവും ഞാൻ ചെയ്യുന്ന തൊഴിൽ, എന്റെ ആരോഗ്യം, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കൊച്ചുമക്കൾ എല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, ഏത് വിഷയമാണോ നിങ്ങൾ ഭാരപ്പെടുന്നത് ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കും. എല്ലാവരും കരങ്ങളെ അല്പം ഉയർത്തി കണ്ണുകളെ അടച്ച് അധരം തുറന്ന് മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ഒരു ശബ്ദമുണ്ടാക്കുകയല്ല, എന്റെ ദൈവത്തെ, എന്നെ വഴി നടത്തിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്, ഞാൻ ആരാധിക്കുകയാണ്, ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, എല്ലാവരും സ്തുതിക്കുന്നു. സ്വരമുയർത്തി അധരം തുറന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി യേശുവേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആരും മാറി നിൽക്കരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ നിങ്ങളിലേക്ക് വരുന്നു. ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ചേർത്തടിച്ച് ഒരുമിച്ചൊന്ന് പാടാമോ? എല്ലാവരും ഒന്ന് കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനം ആരാധിക്കാൻ അഭിഷേകത്താൽ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. പറയാമോ? അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരമടിച്ച് ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാൻ
അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. Glory we adore in Jesus. Hallelujah hallelujah hallelujah. ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാമോ? എന്നിട്ട് ഈ ധ്യാനത്തിന്റെ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയെ, ഒരാവശ്യത്തെ, ഒരു നിയോഗത്തെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണ്. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന പ്രയാസം ഇതാണ്, ഞാൻ നാളുകളായി വിഷമിക്കുന്ന കാര്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യം ഇതാണ്. അതൊരു പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയുടെ ആവശ്യമായിരിക്കാം, എൻ്റെ വീടിൻ്റെ ഒരു ആവശ്യമായിരിക്കാം, എൻ്റെ സാമ്പത്തികത്തിൻ്റെ ഒരു കാര്യമായിരിക്കാം, എൻ്റെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഒരു കാര്യമായിരിക്കാം, അല്ല എൻ്റെ തന്നെ ആരോഗ്യത്തിൻ്റെ ഒരു കാര്യമായിരിക്കാം. ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യമായിരിക്കാം, ഉത്തരമില്ലാതെ വിഷമിക്കുന്നൊരു കാര്യമായിരിക്കാം. അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഈ 3 ദിവസത്തിലേക്ക് സമർപ്പിക്കൊരു നിയോഗമാണ്. ദൈവത്തോടല്ലാതെ പിന്നെ ആരോട് ഞാൻ എൻ്റെ പ്രാർത്ഥന പറയും, എൻ്റെ ആവശ്യം പറയും? നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം യോഗ്യത നോക്കിയല്ല, അർഹിക്കാത്ത നന്മകൾ നമുക്ക് തരും. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ലായിരുന്നു. നിങ്ങളുടെ കുടുംബത്തെ ദൈവം കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തത്തില്ലായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം എന്തൊക്കെയോ ചില നന്മകൾ കൊണ്ടുവരണം, ഒരു വിടുതൽ ആ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആലയത്തിൽ വന്നു കയറിയത്, ഇവിടെ ഇരുന്നത്, ഈ പ്രാർത്ഥിച്ചത്, ഇത് അംഗീകരിക്കുന്നത്, ഇത് ഉൾക്കൊള്ളുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ വഴി കൂടെ പോയാലും നിങ്ങൾ അകത്തു കയറില്ലായിരുന്നു. എല്ലാവർക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു പാടാൻ കഴിയും. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നിൻ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നിൻ സ്തുതി. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, മനസ്സിലാകുന്ന വിധം എന്നോട് സംസാരിക്കണമേ. എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ എനിക്ക് എൻ്റെ അകത്തേക്ക് ആ ദൈവവചനം കയറി വരണം, ദൈവവചനം കയറി വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്, നല്ല സ്ഥലമാണ്, നല്ല ദേവാലയമാണ്, നല്ല ആളുകളാണ്, ദൈവാനുഗ്രഹമുണ്ട്.
അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ല. എവിടെയൊക്കെയോ നല്ല ദൈവം നിങ്ങളെ സ്നേഹിച്ച നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ അകത്തുണ്ട്. അല്ലെങ്കിൽ ഈ റോട്ടിലൂടെ 10 പ്രാവശ്യം പോയാലും ഇതിനകത്തോട്ട് കയറി വരണം എന്നില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളൊരു നിയോഗം വയ്ക്കണം. ഒരു ദൈവസന്നിധിയിൽ ഒരു ആവശ്യത്തെ ഒരു ബിസിനസ് മൈൻഡോട് കൂടിയല്ല, ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നല്ല, എൻ്റെ ഒരു കാര്യത്തെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നത്തെ വചനങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകം അല്ലെങ്കിൽ ഈ ദേശം എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഞാൻ വരുന്ന നാട്ടിൽ നിന്നും ഞാൻ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നും നമ്മൾ എളുപ്പമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമുദായവും സഭയും എല്ലാം വലിയ പ്രയാസത്തിൽ, വലിയ പ്രതിസന്ധിയിൽ, വലിയ വഴക്കിൽ, വലിയ കഷ്ടതയിൽ, വലിയ വൈരാഗ്യം, ദേഷ്യം, പക, ഒച്ചപ്പാട് എല്ലാത്തിൻ്റെയും നടുക്കാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ തലമുറകളിലാണെങ്കിലും എല്ലാം പ്രയാസങ്ങളുണ്ട്. എല്ലായിടത്തും പ്രയാസമുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോഴല്ലേ കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. ആ കല്യാണം കഴിച്ച കുടുംബം 1 വർഷം കഴിഞ്ഞു, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർ തമ്മിൽ പിരിയാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര പ്രശ്നമാണ് അവർ തമ്മിൽ. നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല അവരുടെ ജീവിതമൊക്കെ അങ്ങനെ ആയി പോകും, അതുപോലൊരു പ്രശ്നം ഉണ്ടാവും, വഴക്കുണ്ടാവും, ചേരാതാകും, വിവാഹമോചനത്തിലെത്തും. നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല പല വിഷയങ്ങൾ. എത്ര അമ്മമാരാണെന്നറിയാമോ മക്കൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയുന്നത് അപ്പുറത്തെ പേപ്പറിൽ വന്ന വാർത്തയോ ബാലരമയിൽ ഒരു ചിത്രകഥ വന്നപ്പോൾ അതിനകത്ത് കിട്ടിയ ആശയമോ അല്ല. ഒരു പള്ളിയുടെ അകത്ത് ആരുമില്ല, അവർ ശ്രദ്ധിച്ചുമില്ല അവിടെ ഒരാൾ നിൽക്കുന്നത്, ഞാനാണ്. അവർ വല്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവരാരും ഇല്ലെന്ന് അവർ ഉറപ്പ് വരുത്തിയോണ്ടാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത്. പക്ഷെ ഞാൻ കണ്ടുവെന്നും അവർക്കും അറിയത്തുമില്ല. പക്ഷെ ഞാനൊന്നും അറിയാത്തവരോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, അവൻ മരിച്ചാൽ മതിയായിരുന്നു. ഞാൻ ദൈവത്തോട് പറയായിരുന്നു. ആരെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ മകൻ മരിച്ചു പോകാൻ? വിവാഹപ്രായമാകുന്നതിന് മുമ്പേ എൻ്റെ മകൻ മരിക്കണമെന്ന് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഒന്നല്ല, കുറച്ച് പേരെ എനിക്കറിയാം, എൻ്റെ അറിവിലുള്ളത്. കാരണം അത്രയ്ക്ക് അവർ മടുത്തു ആ വ്യക്തിയെ കൊണ്ട്. ഒരമ്മ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ വിഷയം വളരെ സീരിയസ് ആയിരിക്കണം. ഇതുപോലെ തന്നെ 100 വിഷയങ്ങൾ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ബന്ധങ്ങൾ. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് പറയുന്നൊരു കാര്യമുണ്ട്, അതെല്ലാം കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അല്ല, ആവശ്യത്തിന് ദൈവാനുഗ്രഹം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ വീട്ടിൽ, ഇവിടെ എനിക്കറിയില്ല, നമ്മുടെ നാട്ടിൽ അധികമായി പാറ്റയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പ്രേ അടിക്കുമോ? സ്പ്രേ അടിച്ചാൽ പാറ്റ പോവില്ല. ഇനി അല്പം ഡെറ്റോൾ തൂത്താൽ മതിയോ? പോകില്ല. റൂം സ്പ്രേ അടിച്ചാലോ? പോകില്ല. ഇനി ഹിറ്റ് അടിക്കണം, അതിന് പറ്റിയ സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാറ്റ പോലും പോകില്ല. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എന്താണോ പ്രയാസം, എന്താണോ പ്രതിസന്ധി, അതിനേക്കാൾ അനുഗ്രഹമുള്ളത് നാം ദൈവസന്നിധിയിൽ ചോദിച്ചു വാങ്ങിയാലേ നമുക്കിന്ന് ഇതിനോട് പിടിച്ചു ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ചടങ്ങ് പ്രാർത്ഥനയാണ്. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്നാ പ്രാർത്ഥിക്കുന്നതെന്ന്. നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്തുവാ ചെയ്തു കൂട്ടുന്നതെന്ന്. നമ്മൾ എന്തൊക്കെയോ പാടുന്നു, ഏതൊക്കെയോ കുർബാന കൂടുന്നു, എന്തൊക്കെയോ പുസ്തകത്തിൽ പാടുന്നു, ആമേൻ പറയുന്നു, സ്വീകരിക്കുന്നു, പോയിരിക്കുന്നു, നമ്മൾ പോകുന്നു. നമുക്ക് നഖത്തോളമുള്ളൊരു അനുഭവം പോലും കിട്ടുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കുറച്ചുകൂടെ മാറ്റണം. നമുക്കാവശ്യമായ ദൈവകൃപ, ദൈവാനുഗ്രഹം ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. എന്നാലേ പല കാര്യങ്ങൾക്കും അത് പരിഹാരമാകത്തുള്ളൂ.
ശരിയോ തെറ്റോ? നമുക്കാവശ്യമായ ദൈവാനുഗ്രഹം നമുക്കില്ലെങ്കിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് ആയിരുന്നു. ഇപ്പോൾ ഒരു സമയത്ത് ഒരു ഈച്ച എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഈച്ച, അത് ഈ കണ്ണിൻ്റെ ഭാഗത്ത് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഈച്ചയുടെ വലിപ്പം കടുകിനേക്കാൾ ചെറുതാണ്. ഇടയ്ക്ക് വന്നിട്ട് ഈ കണ്ണിലോട്ട്, അപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈച്ച. ഞാനതിനെ പിടിക്കാൻ വേണ്ടി പല പ്രാവശ്യം നോക്കിയിട്ട് എനിക്കിട്ട് തന്നെ അടി കിട്ടിയത്. ആ ഇത്രയുള്ള ഈച്ചേനെ ഓടിക്കാൻ തന്നെ പരാജയപ്പെട്ടു. ഇത്രയുള്ള ഈച്ചേനെ ഓടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോൾ മൂക്കിനിട്ട് കൊണ്ടു. ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ച് കണ്ണിന് നല്ല വേദന വന്നു. ഈച്ച ചത്തില്ല, എൻ്റെ കണ്ണിന് വേദനിച്ചു. പല അടികളും എനിക്കിട്ട് തന്നെയാണ് കൊണ്ടത്. ഇതുപോലെയാണ് പലരുടെയും ജീവിതം. നമുക്കൊക്കെ ശക്തിയുണ്ട്, പക്ഷെ നമ്മൾ പോരാടുന്ന പലതും നമുക്കിട്ട് തന്നെയാണ് കൊള്ളുന്നത്. പല അടികളും നമുക്കിട്ട് തന്നെ വന്ന് കൊള്ളുവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈച്ചേനെ പോലും, ആ കേട്ട ഒരു സ്വരം എൻ്റെ മനസ്സിൽ തോന്നിയൊരു സ്വരമാണ്, ഈച്ചേനെ പോലും കൊള്ളാൻ പറ്റുന്നില്ലല്ലോ നിനക്ക്. വലിയ ഈച്ചയല്ല, കുഞ്ഞ് ഈച്ചേനെ പോലും നിനക്ക് കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് നീ വീരവാദം വിളക്കുന്നത്, നീ വലിയ സംഭവം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ചുറ്റും ഇത്രയും വട്ടത്തിൽ കൂടെ കറങ്ങുന്ന ഈച്ചേനെ പിടിക്കാൻ എനിക്ക് പറ്റാതെ വന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനിട്ട് അടിക്കുന്ന അടി പലതും എൻ്റെ മൂക്കിനിട്ട് എൻ്റെ കണ്ണിനിട്ട് കൊള്ളുന്നു, എനിക്ക് വേദനിക്കുന്നു. അത്രയും നിസ്സാരരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ശക്തിയും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നേടിയെടുത്തേ പറ്റത്തുള്ളൂ. എന്നാലേ കാര്യങ്ങൾ ഭംഗിയാകത്തുള്ളൂ, നല്ലതായി വരത്തുള്ളൂ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരു വചനം പങ്കുവയ്ക്കാൻ, വചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ സന്തോഷം, നിങ്ങൾ ഒത്തിരി പേര് ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ ഒത്തിരി പേര് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ മലയാളവുമായി അധികം ബന്ധം ഉണ്ടാകത്തില്ല. എങ്കിലും എനിക്കാണ് ഈ ഭാഷ അറിയത്തുമില്ല. നിങ്ങൾക്ക് ഞാൻ വളരെ സ്ലോയിലാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹെഡിങ് എന്താ നോക്കിക്കേ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ ആൾക്ക് എന്ത് രോഗമുണ്ട്? ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ രോഗമില്ല. പിന്നെ ഞാനിത് വായിക്കണോ വേണ്ടയോ? കുഷ്ഠരോഗമുള്ള 10 പേര് ഇതിനകത്തുണ്ടെങ്കിൽ ഈ ഭാഗം വായിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ആ വ്യക്തിക്കെങ്കിലും കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആർക്കും ഈ പറയത്തക്ക രോഗമില്ല. കുഷ്ഠരോഗം ഉണ്ടായിരുന്ന ഈ കാലത്ത് ഈ രോഗം ഭയങ്കര ദൈവശാപമാണെന്ന് കരുതിയ കാലമാണ്. കുഷ്ഠരോഗം എന്നുള്ള പ്രത്യേകത, പഴുത്ത് ദ്രവിച്ച് അവയവങ്ങൾ മുറിഞ്ഞു പോവും. അങ്ങനെ ഒരാൾ അന്നത്തെ കാലത്ത് റോട്ടിലൂടെ പോവുകയാണെങ്കിൽ ആളുകൾ മൂക്കും പൊത്തി അപ്പുറത്തെ റോട്ടിൽ കൂടെ പോവും. സ്വന്തം വീട്ടിൽ പോലും ആ വ്യക്തിയെ വീട്ടിൽ കയറ്റത്തില്ല. ദുർഗന്ധമാണ്, ശരീരം മുഴുവൻ പഴുത്ത മണം, ദുർഗന്ധമാണ്. ആളുകൾ കാണുമ്പോഴേ മുഖം പൊത്തി മൂക്ക് പൊത്തി ഓടും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ 8-ാം അധ്യായം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ടെന്ന് വായിച്ചു കേൾക്കാം. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം. അവിടെ ഒരു അഡ്ജക്റ്റീവ് കണ്ടോ? ജനക്കൂട്ടം എന്നല്ല, പിന്നെയോ? അപ്പോൾ നമ്മുടെ ഈ പള്ളിക്കകത്തിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് വേറൊരാൾ പറയുമോ വലിയ ജനക്കൂട്ടം എന്ന് പറയുമോ? ഇല്ല, ഒരു 100 പേര് അവിടെ ഇരിപ്പുണ്ടെന്നേ പറയുള്ളൂ. വലിയ ജനക്കൂട്ടം എന്ന് പറയണമെങ്കിൽ അത്രയും ആൾക്കൂട്ടത്തിനാണ് നമ്മൾ പറയുക എന്ത്? വലിയ ജനക്കൂട്ടം. ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ പറയും ജനക്കൂട്ടമുണ്ട്. ഇപ്പുറത്തൊരു വാക്ക് എക്സ്ട്രാ കയറ്റി വെച്ചിട്ടുണ്ട്, വലിയ. അത് അഡ്ജക്റ്റീവാണ്, വിശേഷണം കൊടുത്തിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം. അപ്പോൾ 10 പേരോ 100 പേരോ അല്ല, ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു സാഹചര്യം. വലിയൊരു ജനക്കൂട്ടം അവൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്, ഒരുമിച്ച് നിൽപ്പുണ്ട്. 2-ാമത്തെ വാക്യം. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തേക്ക് വന്നു. കുഷ്ഠരോഗികൾക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല.
അവരങ്ങനെ വരത്തില്ല, അവരതിലേക്കൂടെ മാറിപ്പൊക്കോണം. പക്ഷെ അടുത്തേക്ക് വന്നു. അവിടെ അടുത്തേക്ക് വന്നു എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ നിങ്ങളുടെ ബൈബിളിൽ. എൻ്റെ ബൈബിളിലുണ്ട്, നിങ്ങളുടെ ബൈബിളിലുണ്ടോ നോക്കൂ, ഉണ്ടോ? അതാണ് ആ മനുഷ്യൻ്റെ ജീവിതം മാറാനുള്ള കാരണം. ആ വരവാണ്. അയാൾ എന്തെങ്കിലുമൊക്കെ പിറുപിറുത്ത് എൻ്റെ രോഗമൊന്നും മാറാൻ പോകുന്നില്ല, ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാനേതോ ശപിക്കപ്പെട്ടവനാണെന്നും പറഞ്ഞ് അപ്പുറത്തെ റോട്ടിൽ കൂടെ പിറുപിറുത്ത് പോയായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഒരു കാലത്തും രക്ഷപ്പെടില്ലായിരുന്നു. ഈ മനുഷ്യൻ ഈ രോഗം വന്ന് മരിച്ച് എവിടെയെങ്കിലും അടക്കിയനെ. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതം മാറാനുള്ള കാരണം ഗൗരവമുള്ള ഒരു വാക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. തൻ്റെ ആ രോഗമുള്ള അവസ്ഥയിൽ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങളും പല സ്ഥലത്ത് വീടുകളുള്ളവരാണ്, ബസ്സിനും കാറിനും മറ്റു വാഹനങ്ങളിലുമായി വന്നവരാണ്. ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരിടമാണ്. നിങ്ങളും ദൈവത്തോട് അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അടുത്തേക്ക് ദൈവസന്നിധിയിൽ വരുന്നവരുടെ ജീവിതത്തിലൊക്കെയും ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പുറകെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തു വന്ന് ഏത് പൊസിഷനിൽ നിന്നു എഴുതിയിട്ടുണ്ട്? താണു വണങ്ങി. അതായത് പുള്ളി നടു നന്നായിട്ട് വളച്ച് നന്നായിട്ട് കുനിഞ്ഞു, താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. ആ വാക്കിന് പ്രത്യേകതയുണ്ട്. മടുത്തിട്ട് പറയുന്ന വാക്കാണത്. അതായത് നമ്മളൊരു 1000 രൂപ ഒരു കുറേ പേരോട് ചോദിച്ചു, ആരും തന്നില്ല. അവസാനം നീ പറ്റുവാണേ താ, നിനക്ക് മനസ്സുണ്ട് 1000 രൂപ താ, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഈ മനുഷ്യൻ അല്പം ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം പറയാണ്, നിനക്ക് പറ്റുമെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഞാൻ കുറേയായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ കുറേയായി ഇതിനു വേണ്ടി സങ്കടപ്പെടുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഒരുപക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്ത് കാണും. ഞാൻ ഒരുപാട് നാളായി ഈ ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബത്തിൽ സമാധാനം, എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം, രോഗം അത് മാറാൻ ഞാൻ കുറേ നാളായി പ്രാർത്ഥിച്ചു. സാൻ ഒരു വാക്ക് പറയണം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് മാറ്റാൻ പറ്റും, എന്നെ ശുദ്ധനാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം വായിച്ച് ഉറക്കെ വായിക്കാമോ? യേശു കൈ നീട്ടി അവനെ തൊട്ടു. അതാണ് നമ്മൾ ഈ 1-ാം ദിവസം നടക്കുന്നത്. ഇത് കുഷ്ഠരോഗിയെ മാത്രമല്ല, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവവചനം കൊണ്ട് തൊടുന്ന സമയമാണിത്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ദൈവം ഇന്ന് എന്നെ തൊടുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ദൈവം ഒരാളെ തൊടുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം മാറുന്നത്. ഇപ്പോൾ യേശു കൈ നീട്ടി അവനെ, അപ്പോൾ എത്ര അടുത്താണ് യേശു നിൽക്കുന്നത്? എത്ര അടുത്തു വരെ ഈ കുഷ്ഠരോഗി വന്നു? എൻ്റെ കൈയുടെ അത്രയൊക്കെ നീളമേ യേശുവിനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം കൈ നീട്ടിയാൽ തൊടുന്ന അത്രയും ദൂരത്തിൽ യേശുവിൻ്റെ അടുത്ത് ഈ മനുഷ്യൻ വന്നു. ഈ നിൽക്കുന്ന ഈ സമയമാണ് ആ വ്യക്തി രക്ഷപ്പെട്ട സമയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് ആരും പിണങ്ങി ഓടരുത്, മാറിപ്പോകരുത്. നീ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിന്റെ സമയമാണ്. നിന്റെ ജീവിതത്തിൽ നാളെ നീ തിരിഞ്ഞു നോക്കി എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാൻ ഇടവരുന്ന സമയം. അവിടെ നിന്നു. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചു. അയ്യോ, ആരും സ്പർശിക്കില്ല ഈ ചീഞ്ഞ മനുഷ്യനെ. അങ്ങനൊന്നും ആരും ചോറുണ്ടെന്ന കൈകൊണ്ടൊന്നും ഇത്രയും രോഗം ബാധിച്ച് ശാപിക്കപ്പെട്ടവനെ ആര് തൊടുന്നാ പറയുന്നത്? ആരും തൊടാത്തൊരുത്തിനെ യേശു കൈ നീട്ടി, മൂക്ക് പൊത്തിക്കൊണ്ട് തൊട്ടു എന്നല്ല, കൈ നീട്ടി അവനെ തൊട്ടു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ മിക്കവാറും കല്യാണം കഴിച്ച് ജീവിച്ച ഒരാളായിരിക്കാം. എന്തിയെ മക്കളും ഭാര്യയും അവര് പോലും വേണ്ടാന്ന് പറഞ്ഞ് എഴുതി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട മനുഷ്യനെയാണ് ഇപ്പം യേശു തൊട്ടത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? ദൈവം നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല.
ഞാനൊരു വാക്ക് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ യേശു സ്പർശിക്കും. ഞാൻ നിങ്ങളോട് ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നമുക്ക് ഒരു നിയോഗം ദൈവസന്നിധിയിൽ കൊടുക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ 3 ദിവസവും ധ്യാനം കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരാവശ്യത്തെ ഞാൻ വിശ്വസിച്ചത്, മനസ്സിൽ കണ്ടത്, ആ നിയോഗം നിങ്ങൾ സമർപ്പിച്ചത് എന്തുമാകട്ടെ, അതിൽ ദൈവം തൊടുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അത് ഞാൻ വിശ്വാസത്തിൽ കാണുന്നു. ദൈവം ആ വിഷയത്തെ തൊടും. ഒരിക്കലും പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ ദൈവം തൊട്ടാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു ഉത്തരം കടന്നു വരും, ഒരു പരിഹാരം വരും. യേശു കൈ നീട്ടി തൊട്ടു. ഒരുപക്ഷെ നിങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്ന ഒരാളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ജീവിതമൊക്കെ പോയി, എൻ്റെ ഭാവിയൊക്കെ മോശമായി, ഇനി ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ എനിക്ക്, ഇനി എന്തു ഭാവി, എന്തു ജീവിതം, പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്ക് പറഞ്ഞത്. ഒരു മനുഷ്യനെ ഇപ്പോൾ പാട്ടുപാടുന്ന ആളും, ഞങ്ങളെല്ലാം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുക, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ, മരിക്കുമ്പോൾ അങ്ങ് മരിക്കട്ടെ. അതൊക്കെ ഒരു നിരാശയുടെ വാക്കാണ്. നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ? ഇനി ശരിയാകത്തില്ല, ഇനി ഈ രോഗം മാറില്ല, എൻ്റെ ഈ കുടുംബ പ്രശ്നം പരിഹരിക്കില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയും നാളായില്ലേ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചില്ലേ. നിങ്ങൾ തന്നെ ആ വിഷയത്തിൽ വിഷമിച്ചിരിക്കുകയും നിരാശപ്പെട്ടിരിക്കുന്ന ആളായിരിക്കാം. പക്ഷെ വിശ്വാസത്തിലൊന്ന് കാണാൻ പറ്റുമോ? ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ കുഷ്ഠരോഗത്തിൻ്റെ മേലാ യേശു തൊട്ടത്. അത് വിടുതലിന് കാരണമായി. എന്തിനു കാരണമായി? വിടുതലിന് കാരണമായി. മരുന്നിന് ചെയ്യാൻ കഴിയാത്തത്, ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയാത്തത്, ആ നാട്ടിലെ പ്രമുഖരായ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തത് യേശു തൊട്ടപ്പോൾ തന്നെ മാറ്റമുണ്ടായി. ദൈവത്തിൻ്റെ തൊടലാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആവശ്യം. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ്, നിന്റെ രോഗത്തിനുള്ള സൗഖ്യമാണ്, നിന്റെ നിരാശയ്ക്ക് അത് പ്രതീക്ഷയായി മാറും. ഒരു കരം ഉയർത്തി ചേർന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്വരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കൈ നീട്ടി അവനെ തൊട്ടു എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഞാനാണെന്ന്, ഞാൻ വിശ്വസിക്കുന്നത് ഞാനാണെന്ന്. അപ്പോൾ ഒരു കാര്യം, രോഗം സൗഖ്യമായ പിന്നെയാണോ തൊട്ടത്, അതോ ചീഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ തൊട്ടത്? ചോദ്യം നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. രോഗം സൗഖ്യമായി, കുഷ്ഠമൊക്കെ സൗഖ്യമായതിനു ശേഷമാണോ മാനയെന്ന് പറഞ്ഞ് തൊട്ടത്, അതോ രോഗം വന്ന് ചീഞ്ഞ് പകുതി വിരളുമില്ല, പകുതി ശരീരവും ഇല്ല, പകുതി മാംസവും വ്രണമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ, ചീഞ്ഞ അവസ്ഥയിലാണോ തൊട്ടത്? തൊട്ടതിന് ശേഷമാണോ മാറിയത്? നമ്മളൊക്കെ മാറിക്കഴിഞ്ഞേ തൊടുകയുള്ളൂ. നമ്മളൊക്കെ ഒരാൾ മാറിക്കഴിയുമ്പോഴേ, എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴേ ഓടിക്കൂടുകയുള്ളൂ. ആയിരിക്കുന്ന അവസ്ഥയിൽ തൊടാൻ ഒരുത്തനേ ഉള്ളൂ. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മദ്യപാനി പറഞ്ഞു, ഞാനൊരു മദ്യപാനിയാണ്, എനിക്ക് തന്നെ അറിയാം എൻ്റെ കരളിന് കേടാണിപ്പം. അയാൾ ആശുപത്രിയിൽ പോയി, അയാളുടെ ഭാര്യയും കൂടെ, അയാളുടെ ഭാര്യയും അയാളും കൂടെ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പ്രത്യേകമായി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിച്ചതിന് ശേഷം അയാളോട് കൃത്യമായി പറഞ്ഞു, താങ്കളുടെ കരളിന് കേട് തുടങ്ങിയിരിക്കുന്നു. ഒരാഴ്ച അയാൾ കുടിക്കാതിരുന്നു. വീണ്ടും അയാൾ സാധാരണ പോലെ കുടിച്ചു, ഛർദ്ദിച്ചു, ചോര തുപ്പി. അയാൾ പറഞ്ഞ വാക്ക്, എനിക്കറിയാം എൻ്റെ കരളിന് കേടാണ്, ഞാൻ ചത്തുപോകുമെന്നറിയാം, പക്ഷേ ഈ മദ്യം എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തകർന്നിരിക്കുന്ന ഒരു മദ്യപാനിയെ ദൈവം തൊട്ടാൽ ആ വ്യക്തിയുടെ ജീവിതം മാറും. ഒരുപക്ഷെ മദ്യപാനി ആയിരിക്കാം, തെറ്റിൽ കിടക്കുന്ന ഒരാളായിരിക്കാം, പാപത്തിൽ വീണ് കിടക്കുന്ന ഒരാളായിരിക്കാം, തെറ്റായ ബന്ധത്തിലിരിക്കുന്ന ഒരാളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകും. നിങ്ങൾ ഏതവസ്ഥയിലാണോ ഇപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, ആ അവസ്ഥയിൽ ദൈവം നിങ്ങളെ തൊടും. തൊട്ടതിന് ശേഷമാണ് മാറ്റമുണ്ടായത്. മാറ്റമുണ്ടായതിന് ശേഷമല്ല തൊട്ടത്. നമ്മളൊക്കെ ഒരാളെ തൊടുന്നത് എല്ലാ മാറ്റവും, നല്ല വീടും കാറും ഒക്കെ വന്നതിന് ശേഷം ഓടിക്കയറും. തകർന്നിരിക്കുമ്പോൾ ഒന്നും ആരും വരത്തില്ലെന്നേ. 10 രൂപ എടുക്കാനില്ലാത്ത സമയം വരട്ടെ, ഒരുത്തം വിളിച്ചാൽ പോലും ഫോണിലിരിക്കില്ല. 10 രൂപ കയ്യിലില്ലാത്ത സമയത്തെ ഈ പറയത്തക്ക ഒരു സുഹൃത്തും നമ്മുടെ ഈ ദേശത്ത് വിളിച്ചാൽ പോലും എടുക്കുകയില്ല, മെസ്സേജ് കണ്ടാൽ പോലും റിപ്ലൈ പോലും തരില്ല.
ഉള്ള സമയത്ത് മിസ് കോൾ കണ്ടാൽ മതി ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ഒരു ഹായ് വിട്ടാൽ മതി, അപ്പോഴത്തന്നെ ഹോയ് ഇങ്ങോട്ട് വിടും. ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. ഇവിടെ ദൈവം, യേശുവിൻ്റെ പ്രത്യേകത ചീഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ യേശു അവനെ ആ അവസ്ഥയിൽ തൊട്ടു. ആ തൊട്ടതാണ് അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. എനിക്ക് മനസ്സുണ്ട്. അങ്ങനെ ഒരു വാക്കുണ്ടോ നോക്കിക്കേ നിങ്ങളുടെ ബൈബിളിൽ. 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൻ്റെ യേശു സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്. അതായത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നത്. ദൈവത്തിന് നിങ്ങളെ സുഖപ്പെടുത്താൻ മനസ്സുണ്ട്. ഇത് പ്രസംഗിക്കാനാണ് വന്നത്, ആ ക്ലാസ് എടുക്കാനാണ് ഞാൻ വന്നത്. ദൈവത്തിന് നിങ്ങളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ മനസ്സുണ്ട്. ദൈവത്തിന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി തരണമെന്നൊരു സ്വപ്നമുണ്ട്, ഒരു മനസ്സുണ്ട്. തകർന്ന് തരിപ്പണമായി നിന്റെ ജീവിതത്തെ പുതുക്കി പണിത് തരണമെന്ന് ദൈവത്തിന് മനസ്സുണ്ട്. നീയായിട്ട് വേണ്ടെന്ന് പറയാതിരുന്നാൽ മതി. എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാനിതൊക്കെ ഒരുപാട് കണ്ടതാ. അങ്ങനെ പറഞ്ഞ് വാതിലടയ്ക്കാതിരുന്നാൽ മതി. ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങളുടെ വിശ്വാസം പോലും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ വളർന്നു വരണം, വിശ്വാസത്തിൽ കയറി വരണം, പ്രാർത്ഥനയിൽ ആരാധനയിൽ കയറി വരണം. ദൈവത്തിന് മനസ്സുണ്ട്. ജീവനില്ലാത്തവരെ പോലെ ഇരിക്കരുത്. യേശു വന്നത് ജീവൻ ഉണ്ടാകാനാണ്, നിങ്ങളെ തൊട്ട് നിങ്ങളെ സൗഖ്യം തരാനാണ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. എന്നിട്ട് അടുത്ത വാക്യം, യേശു തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. അപ്പോൾ ഇത്രയും നാള് മാറാത്തത് ആര് തൊട്ടപ്പം മാറി? ഇതിന് എത്ര വലിയമാര് തൊട്ടാലും ഇത് മാറില്ലായിരുന്നു. ദൈവം തൊടുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറ്റം വേണോ? എൻ്റെ സാമ്പത്തികത്തിൽ ഒരു മാറ്റം വേണം, എൻ്റെ ശുശ്രൂഷയിൽ ഒരു മാറ്റം വേണം, എൻ്റെ കുടുംബജീവിതത്തിലൊരു മാറ്റം വേണം, എൻ്റെ കുഞ്ഞുങ്ങളിലൊരു മാറ്റം വേണം, എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വേണം, എൻ്റെ എന്ത് മാറ്റവും മാറ്റം കൊണ്ടുവരുന്നത് ദൈവമാണ്. മാറ്റം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം നോക്കിക്കേ. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി എല്ലാവരും എന്നെ കേൾക്കണം. ഇത്രയും നേരം ഈ കുഷ്ഠം രോഗമുള്ള ഈ മനുഷ്യൻ്റെ ശരീരം പകുതി അറ്റുപോയതും ചീഞ്ഞതും ദുർഗന്ധമുള്ളതുമായിരുന്നു. ഇപ്പോൾ എന്തു സംഭവിച്ചു? യേശു തൊട്ടപ്പം അവനെ ഇല്ലാതാക്കുന്ന കുറേ കാര്യങ്ങൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് അവനെ വിട്ടുപോയി. എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതുണ്ടോ? ഒരുപക്ഷെ രോഗമായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ എടുത്തുചാട്ടമായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളായിരിക്കും. നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളെ വിട്ടുപൊക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം നശിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ഭാവിയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? അത് നിങ്ങളെ വിട്ടു പോകണമെങ്കിൽ നിങ്ങൾ കരഞ്ഞു കൂകി കാറി ബഹളം വെച്ച് ഓടി നടന്നാൽ അത് പോകത്തില്ല. ചെല്ലേണ്ട വേണ്ടി അടുത്തു ചെന്നാൽ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ നിനക്ക് മാറ്റാൻ കഴിയാത്തത് ദൈവത്തിന് മാറ്റാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് കുഷ്ഠരോഗി അങ്ങനെ അതിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നവൻ ഇപ്പോൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കത്തക്ക വിധം അവൻ്റെ ശരീരത്തെയും ദൈവം മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ അവൻ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റും. അവൻ്റെ ജീവിതം മാറാൻ കാരണമായത് MLAയുടെയോ MP യുടെയോ അടുത്ത് പോയതല്ല, യേശുവിൻ്റെ അടുത്ത് വന്നതാണ് അവൻ്റെ ജീവിതം മാറാൻ ഇടയായത്. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ഈ 4 വാക്യത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു വിടുതലിന് കാരണമാകും, വലിയ അനുഗ്രഹത്തിന് കാരണമാകും. വിശ്വസിക്കുന്നവരെല്ലാവരും അതൊന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ഇത് കുഷ്ഠരോഗിയുടെ അനുഭവം മാത്രമല്ല. എനിക്ക് എഴുതാൻ പറ്റണം ഇതുപോലൊരു 4 വാക്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ദൈവം തൊട്ടതാണ് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം. ഇല്ലെങ്കിൽ ഞാൻ തകർന്ന് തരിപ്പണമായേ. ഞാനൊരു ഉദാഹരണം പറയാം.
ദൈവം ഒരാളെ തൊടുമെന്നുള്ളത് സത്യമാണ്. ഒരനുഭവം പറയുക. ഒരു അപ്പനും ഒരമ്മയും ഏകദേശം കല്യാണം കഴിക്കാൻ പ്രായമായ അവരുടെ മകളെ കല്യാണം കഴിച്ചിട്ടില്ല. നഴ്സിംഗ് ആയി പഠിച്ച ഒരു മകളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്ത് യാതൊരുവിധ ദുഃഖമോ ടെൻഷനോ ഒന്നും സാധാരണ പോലെ ഒരു ടെൻഷനില്ല. പക്ഷെ അപ്പനും അമ്മയും ഭയങ്കര ഭാരമാണ്, ഭയങ്കര ടെൻഷനാണ്. അമ്മയ്ക്കാണ് ഭയങ്കര ഭാരം. ഇപ്പൊ കഴിയുന്ന എനിക്ക് തോന്നി. സത്യമായിട്ട് തോന്നിയതുപോലെ തന്നെ സംഭവിച്ചു. പറയാൻ തുടങ്ങി. 3 സെന്റൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി, പറയാൻ പറ്റുന്നില്ല. അപ്പൊ കയറി സംസാരിച്ചു. സംഭവം ഇതാണ്. ആ പെൺകുട്ടിക്ക് വേറൊരു ആളെ ഇഷ്ടമാണ്, പ്രേമമാണ്, ഒരു അഫയറുണ്ട്. അഫയർ ഉള്ളത് മാത്രമല്ല വിഷയം. പക്ഷെ ഇഷ്ടപ്പെട്ട വ്യക്തി കല്യാണം കഴിച്ച ആളും ഭാര്യ 2 മക്കളുള്ള ആളാണ്. എന്തു ചെയ്യും? അവരുടെ കൂട്ടുകാരികൾ, ജോലി ചെയ്തിരുന്നവർ, അമ്മ, അപ്പൻ, സഹോദരങ്ങൾ എല്ലാവരും പറഞ്ഞു നീ ചെയ്തത് വളരെ മോശമായി പോകും. പക്ഷെ അവൾ പറഞ്ഞു ഞാൻ പിന്മാറില്ല. അപ്പോൾ ചോദിച്ചു, ആ വ്യക്തി കല്യാണം കഴിച്ചതാണെന്ന് അറിയാം, 2 മക്കളുണ്ടെന്ന കാര്യം ശരിക്കും അറിയാം, അറിഞ്ഞിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. എന്താ ഉത്തരം നിങ്ങൾ പറയും? എന്തു ചെയ്യാൻ പറ്റും? അമ്മ കടന്ന കാര്യത്തിൽ ഒക്കെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ പറയുന്ന വീട്ടിൽ ഈ വിഷയമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഭൂകമ്പമാണ്, യുദ്ധം, അതിനേക്കാൾ വലിയ യുദ്ധമാണ്. അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അപ്പുറത്തെ വീട്ടിൽ. ഈ വ്യക്തിയുടെ ഭാര്യയും ഒക്കെ അറിഞ്ഞു ഇത് ഭയങ്കര സീരിയസ് ആയ ഒരു വിഷയമായിരുന്നു മാറി. അപ്പൊ ഞാനും ആ വ്യക്തിയോട് ചോദിച്ചു, നീ ചെയ്യുന്നത് തൊട്ട് ശരിയല്ല കേട്ടോ. കാരണം നീ സ്നേഹിച്ച ആള് കല്യാണം കഴിച്ച ആളാണ്. അവർക്ക് 2 മക്കളുണ്ട്. അതെനിക്കറിയാം, എനിക്കറിയാം. ഞാൻ മാറത്തില്ല, പിന്മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സീരിയസ് വിഷയത്തിൽ ആ വ്യക്തി പറഞ്ഞ മറുപടിയുണ്ട് അവസാനം. എനിക്കറിയാം തെറ്റാണെന്ന്, പക്ഷെ എനിക്ക് പിന്മാറാൻ പറ്റുന്നില്ല. എനിക്കറിയാം അയാളുടെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഇപ്പോൾ ആ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ യുദ്ധമായിരുന്നു, വഴക്കായിരുന്നു. അവർ ഉറങ്ങിയിട്ട് തന്നെ നാളുകളായി. മിക്കവാറും ഒരു ആത്മഹത്യ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ വിഷയം. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുമില്ല. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെക്കാൾ അറിവുള്ള വേറെ ആരുടെയും അടുത്ത് നിങ്ങൾ പോയി പറയുകയോ, എനിക്കൊന്നും പറയാൻ അറിയില്ല. ഞാൻ നിസ്സഹായതയോടെ അവിടെ നിന്നു. പക്ഷെ അവിടെ മലയാള മനോരമ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അവിടെ ഈ മേശയിൽ തിരിച്ചു വെച്ചൊരു പേപ്പറാണ്, വെറുതെ വൃത്തിയായിട്ട് നിരത്തി വെച്ച പേപ്പറാണ്. ഞാൻ അതിന്റെ ഒരു സൈഡ്, ആ താഴ്ഭാഗത്തുള്ള ചെറിയൊരു സ്പേസിലിട്ട് അതിൽ ഒരു വചനം എഴുതി കൊടുക്കാൻ വേണ്ടി ഞാൻ അത് അല്പം കീറിയെടുത്തിട്ട് ഒരു പേന എടുത്ത് വരച്ചു നോക്കി മനസ്സിൽ കറക്റ്റായിട്ട് തെളിയുന്നില്ല. ഞാൻ കുറച്ച് പ്രാവശ്യം വരച്ചു, വേറെ ഒരു പേന അവിടെ ഇല്ല. ഞാൻ എന്റെ മനസ്സിൽ വന്നൊരു വചനം, 2 മക്കൾ 2 ഞാൻ അതിൽ എഴുതിയിട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ മകൾക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു മാർഗമില്ല. എന്നാ പറയാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി സാധാരണ തിരിച്ചു പോകും, ഒരു ദിവസം ഇല്ലാണ്ട് പോകുന്നു. അപ്പൊ ഞാൻ ഒരു വാക്ക് അവരോട് പറഞ്ഞു, ആ മനുഷ്യന്റെ ഭാര്യയായിരുന്നു നീ എങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അതെന്റെ മനസ്സിൽ ദൈവം തന്നൊരു ഒരു ഉത്തരവായിട്ട് ഞാൻ ഇന്ന് ചിന്തിക്കുന്നു. അന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ആ മനുഷ്യന്റെ ഭാര്യ നീ ആരംഭിക്കുക? അത് അവളെ ചിന്തിപ്പിച്ചു എന്ന് പോലും എനിക്ക് തോന്നിയില്ല. അവർ പോയി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്നും അവൾ പിന്നീട് ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ആ മനുഷ്യന്റെ ഭാര്യയായിരുന്നു ഞാൻ. എന്റെ ഭർത്താവിനെ വേറൊരു പെൺകുട്ടി സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പല പ്രാവശ്യം ചിന്തിച്ച് 7 ദിവസം കഴിഞ്ഞപ്പോൾ 7 ദിവസം മരണവീടായിരുന്നു അവരുടെ വീട്. അപ്പുറത്തെ വീട് അതിനേക്കാൾ വലുത്. ഒരു ദുരന്തവും സംഭവിക്കാതിരുന്നത് ഭാഗ്യം, ആരുടെയോ പ്രാർത്ഥന. ഈ എന്റെ അടുത്ത് വന്നയാള് അവളുടെ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ പിന്മാറുന്നു, ഞാൻ മാറുന്നു, തെറ്റെന്റെയാണ്. അല്ല, 7 ദിവസം അങ്ങനെ അല്ല അവർ
ഞാൻ മാറത്തില്ലെന്നാണ്. ഈ 7 ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാ മാറിയത്? പൂർണ്ണമായിട്ട് മാറി, ശരിക്കും ബോധ്യത്തിൽ മാറി. പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞ മാറ്റം എൻ്റെ കൗൺസിലിംഗ് കൊണ്ടോ ഞാൻ എന്തോ ഒരു പ്രത്യേക പ്രാർത്ഥന കൊടുത്തോണ്ടോ അല്ല. അവരുടെ അമ്മ ഒരു വചനം എഴുതി കൊടുത്ത വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചത്, ഈ വചനം എൻ്റെ മകളെ തുടങ്ങും, അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, അവളുടെ ചിന്തയിൽ മാറ്റം കൊണ്ടുവരണം. ആ വചനത്തിലൂടെ ദൈവം അവളെ തൊട്ടത്. ഹല്ലേലൂയ. ഞാനെനിക്ക് വിശ്വസിക്കുന്നു, ദൈവം തൊടുമ്പോൾ ഏത് സാഹചര്യവും മാറും. രോഗമാകട്ടെ, പ്രശ്നമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, സാഹചര്യങ്ങൾ മാറും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ ധ്യാനത്തിനായിട്ട് വന്നു. ധ്യാനത്തിനായി വന്നു. അയാൾ ബാഗ് വെച്ചു, അയാൾ രജിസ്റ്റർ ചെയ്തു, ബാഗ് വെച്ചു, അയാൾക്ക് റൂം കിട്ടി. അപ്പോൾ അയാൾ ഓഫീസിൽ ചോദിച്ചു, എപ്പോൾ ധ്യാനം തുടങ്ങും? അപ്പോൾ 4:45 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ സമയം 3:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ ശരി കേട്ടോ, എനിക്ക് വരാതെ പറഞ്ഞാൽ അപ്പുറത്തെ ബീവറേജിലേക്ക് പോയി, കള്ളു കുടിച്ചു. അയാൾ തിരിച്ചു വന്നു, വീണ്ടും സമയം. അപ്പോൾ വീണ്ടും അയാൾ പോയി. അങ്ങനെ പോയി തിരിച്ചു വന്ന സമയം 9 മണിക്ക് ശേഷമാണ്. അയാൾ ഓട്ടോറിക്ഷ സ്പെഷ്യലാക്കിയാണ് വരുന്നത്. അയാൾക്കിപ്പോ നല്ല വയറൊക്കെയുള്ള മനുഷ്യനാണ്. ഓട്ടോറിക്ഷ ഇറങ്ങാൻ പോലും പറ്റില്ല, മൊത്തം ബ്ലോക്ക് ആയിരുന്നു. ഭയങ്കര തടിയുള്ള മനുഷ്യൻ. ഓട്ടോറിക്ഷ ഡ്രൈവർ വലിച്ചു താഴെ നോക്കി, പറ്റുന്നില്ല. നല്ല വാച്ച്, നല്ല മോതിരം, നല്ല ഷർട്ടൊക്കെ ഇട്ടാണ് വന്നത്. പക്ഷെ ഇപ്പൊ പല സ്ഥലത്തും വീട് ഫുൾ ചെറിയാണ്. ഓട്ടോറിക്ഷക്കാരനെയാണ് എങ്ങനെ ഇറക്കിയിട്ട് വേണം വീട്ടിൽ പോകാൻ. അങ്ങനെ കുറച്ചു പേര് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ച് അയാളെ വലിച്ചെറിഞ്ഞ്, ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇവിടെ ധ്യാനം നടത്തുക, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അയാൾ അവിടെ ധ്യാനത്തിന് വന്നായിട്ട് എൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ മദ്യപാനം നിർത്താൻ വേണ്ടി ധ്യാനം കൊണ്ടുവരുന്നു. കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണ് മദ്യം, അതുകൊണ്ട് നിങ്ങൾ വാറ്റി കുടിച്ചോളാം, ഒരിക്കലും നിർത്തരുത്. ഇത്രയും ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ നിർത്തിയാൽ തെറ്റായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മദ്യപാനം നിർത്തരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരിക്കുന്നത് വരെ. എനിക്ക് എവിടെ കിട്ടിയില്ലെങ്കിൽ വാറ്റി കുക്കറിനകത്ത് വാറ്റി കുടിച്ചോളാം. ശരീരവും മനസ്സും ആത്മാവും മൊത്തം നിറയട്ടെ, ആ കൊതികൾ തീരട്ടെ. ഞാൻ അതേപോലെ നിങ്ങൾ ദയവ് ചെയ്ത് മദ്യപാനം നിർത്തരുത്. അതോടുകൂടി മദ്യപാനം നിർത്തി. ഇന്നലെ വരെ ഞാൻ കുടിച്ചിട്ടില്ല, മാസങ്ങൾ കഴിഞ്ഞു. ഇന്നലെയും കൂടെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തൃശ്ശൂർ വെച്ച് അയാളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. പേര് ജോയി എന്നാണ്. ഞാൻ ഈ പറയുന്ന കൂടെ വന്ന ഒരാൾക്ക് ഈ വ്യക്തി ശരിക്കും അറിയാം. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞ ആഴ്ചപ്പോൾ ഇയാൾ മദ്യപാനം നിർത്തുന്നത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇയാൾ മദ്യപാനം നിർത്തുമെന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് മദ്യപാനം നിർത്താൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പരമാവധി കുടിക്കണം, ഈ കുടിക്കണം, കിട്ടിയില്ലെങ്കിൽ വാറ്റി കുടിച്ചോളാം, അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലൊരു കാര്യം, ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരാളോട് പറഞ്ഞിരുന്നു, ഇയാളെ ദൈവം തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ മദ്യപിച്ച് ഇയാൾ ലക്കൂല വലിയ നല്ല സ്വർണ്ണവാച്ച് കെട്ടി ചുമ്മാ ഇങ്ങനെ ഇയാളുടെ ഡ്രസ്സിനാണ് ചെയ്യണ്ടേ ഈ മദ്യപാനം. ആപ്പിന്റെ ഫോണും ചെളി പിടിച്ച ഷർട്ടും ചേരത്തില്ല. ഒന്നുകിൽ അതുപോലെ ലോക്കൽ ആകാതെ കുടിക്കും. ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരികയും ഇതുപോലെ ശരിയല്ല. ദൈവം തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അയാൾ മദ്യപിക്കാത്തതിന്റെ കാരണം അറിയാമോ? അയാളൊരു മരുന്ന് കഴിച്ചിട്ടല്ല, അയാൾ എന്തോ അവിടെ വന്നു കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം ആരുടെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് അയാളെ ദൈവം തൊട്ടു. അയാളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരുന്ന മദ്യപാനം അയാളെ വിട്ടുപോയി. അതാണ് അയാൾ പിന്നീട് കുടിക്കാത്തത്. അയാൾ മദ്യപാനം വേണ്ട, അയാളുടെ മുഖശൈലി തന്നെ മാറി, ശരീരത്തിന്റെ ആ ഒരു രീതി, ഭംഗി, വർത്തമാനം എല്ലാം മാറിപ്പോയി. വേറൊരു മനുഷ്യനായി. ദൈവം തൊടുമ്പോഴാണ് അവനവനെ നശിപ്പിക്കുന്ന കാര്യം പോലും അവന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നത്. നിങ്ങളിത് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാം എന്റെ പ്രസംഗത്തിലൂടെ നടക്കുമെന്ന് ഞാൻ പറയില്ല. എന്റെ പ്രസംഗത്തിലൂടെ ഒരു ചുക്ക് നടക്കാൻ പോകില്ല. ഇതിനേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നാട്ടിലുണ്ട്, ഈ നാട്ടിൽ കാണും. പക്ഷേ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളെ തൊടുമ്പോഴാണ് നിങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. സ്കൂളിൽ, കോളേജിൽ ഇതുപോലെ
അപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജാണ്. ഡാൻസ്, പാട്ട് എല്ലാം നടക്കും. ഇതും ഒരു സ്റ്റേജ് ആയിട്ട് കാണരുത്. ഇതൊരു പ്രോഗ്രാം സ്റ്റേജ് അല്ല. ഇവിടെ പാട്ട് പാടുമായിരിക്കും, പക്ഷേ ഇതൊരു പ്രോഗ്രാം നടക്കുന്ന, ഡാൻസ് പാട്ട് നടക്കുന്ന സ്റ്റേജ് അല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്ഥലം ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലമാണ്. ദൈവാത്മാവിന്റെ പ്രവർത്തനമുള്ള ഇടമാണിത്. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നു ചേരുന്നത് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതായത് ഒരാൾ പറഞ്ഞു കേട്ടതാണ്, യേശു തന്റെ വചനം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞത് അല്ലേ? യേശു പറഞ്ഞ വചനങ്ങൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ഒരു ട്യൂഷൻ പോലും വേണ്ട, മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാകാത്ത വിധത്തിൽ പ്രസംഗിക്കുന്നത് നമ്മളാണ്. അത് തെറ്റാണ്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വചനം അപ്പുറത്തെ കോളേജിൽ പോയി പഠിച്ചിട്ട് ഇന്ന് മനസ്സിലാകാത്ത രീതിയിൽ പ്രസംഗിക്കുന്നു. അത് തെറ്റാണ്. യേശു പോലും വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ആ മരത്തിന്റെ ആ അത്തിമരം ഉണങ്ങിപ്പോയി. സക്കൈയൂസ്, ധൂർത്തപുത്രൻ, വളരെ സിമ്പിൾ. നമ്മളതിനെ പഠിക്കാൻ വേണ്ടി എവിടെ പോകും? റോമിൽ പോകും, ചിലപ്പോൾ വേറെ ഏതോ രാജ്യത്ത് പോകും. എന്നിട്ട് മനസ്സിലാകുന്ന സംഭവത്തെ പഠിച്ച് മനസ്സിലാകാത്ത ഒന്നാക്കി മാറ്റും. എന്നിട്ട് അത് മനസ്സിലാകാത്ത രീതിയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതും ഗുരുതരമായ തെറ്റാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ, അങ്ങ് പറഞ്ഞ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞ വചനങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ എന്റെ മുമ്പിൽ വരുന്നവരോട് പറയാൻ എനിക്ക് നല്ലൊരു കൃപ തരണമേ. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായാലേ അത് മനസ്സിലാകുന്ന വിധത്തിൽ വേറൊരാളോട് പറയാൻ കഴിയുള്ളൂ. ഞാൻ മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം ഒരാളെ തൊടും. അത് ദൈവം ഒരാളെ തൊടും എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ വേറൊരു രീതി പറയാൻ പറ്റത്തില്ല. ദൈവം ഒരാളെ തൊടും. ഒരു കുഞ്ഞു കാര്യത്തോടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും, അവരുടെ കുടുംബ ജീവിതമൊക്കെ വലിയ സാമ്പത്തികമുള്ള ആൾക്കാരാണ്, വലിയ ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് അവരുടെ കുടുംബം, മക്കളുടെ കുടുംബ പ്രശ്നം ഒരു കുഞ്ഞിനോട് പോലും പറയാൻ ആഗ്രഹിച്ചില്ല. ഇവൻ അവരുടെ ചേട്ടനായ അനുജന്മാരോടോ പെങ്ങന്മാരോടോ പോലും പറയാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്ര ആർഭാടമായിരുന്നു അവരുടെ വിവാഹം. അവർ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഞാൻ ഒരിക്കൽ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനത്തിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്റെ കൂടെയുള്ള ഒരാളെ ആ മനുഷ്യൻ ഇടുക്കിയിൽ നിന്ന് വിളിച്ചു. അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? വയനാട്ടിലുണ്ടോ? ഞങ്ങൾക്കൊന്ന് കാണാൻ വരണം. ഇന്നുണ്ട്, നാളെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, വയനാട്ടിൽ വരേണ്ട അച്ഛൻ, കോതമംഗലം ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഉള്ളതൊരു വീട്ടിലാണ്, ഇപ്പോ സമയം 9:30 കഴിഞ്ഞു. ഇനി ഇടുക്കിയിൽ നിന്ന് അവർ വരുമ്പോൾ മിക്കവാറും 12 മണി സമയമോ ആവും. ഈ വീട്ടുകാര് അവിടെ ഉറക്കം പോകില്ലേ? നമ്മൾ എന്തുവാ നമ്മളോട് ചോദിച്ചിട്ടല്ല പറയാൻ പറ്റില്ല. ഞാൻ ആ വീട്ടിലെ ചേട്ടനോട് ചോദിച്ചു, ഒരാളെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരണം അവർ പറയുന്നത്. അപ്പൊ പ്രത്യേക വിഷയമുള്ളതുകൊണ്ടാണ്. അതിന് കുഴപ്പമില്ല, വരാൻ പറയാൻ പറഞ്ഞു. അവർ പാതിരാത്രിക്കാണ് അവിടുന്ന് ഒരു ഡ്രൈവറെ വെച്ചോണ്ടാണ് വണ്ടി ഓടിച്ചു വന്നത്. കാരണം അയാളുടെ ഭാര്യ പറഞ്ഞു, ഈ ടെൻഷനുമായി ഈ മനുഷ്യൻ ഇടുക്കിയിൽ നിന്ന് വാഹനം ഓടിച്ചു വന്ന് വെപ്രാളപ്പെട്ട അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഡ്രൈവറെ വെച്ചു. ഡ്രൈവർ പോലും അറിയില്ല പോകുന്നത്. അവരകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഇവരുടെ ഹസ്ബൻഡ് ദുബായിലാണ്, നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്, ഒരു കൊച്ചുണ്ട്, ആകെ തകർന്നിരിക്കുകയാണ്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല, കല്യാണ ശേഷമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ ഇവൾക്ക് അവരെ വേണം, ഒത്തിരി ആഗ്രഹമാണ്. അവനാണെങ്കിൽ 1 സെക്കൻഡ് പോലും ഇവിടെ ആവശ്യമില്ല, വെറുപ്പാണ്, ഇഷ്ടമല്ല. നീ എവിടെയാണ് ചത്തപ്പോടാ പറഞ്ഞത്. അപ്പൊ ചോദിച്ചു, വിളിക്കാൻ പറ്റുമോ? ഇല്ല, നമ്പറെല്ലാം കുടുംബക്കാരെയും ഇവരുടെ എല്ലാം ഉള്ള ബന്ധങ്ങൾ നമ്പറെല്ലാം ബ്ലോക്കാണ്. ഒന്നും ഒരു മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒരു മാർഗവും ഇല്ല. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് നിയോഗ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ നാളെ മുതൽ വീട്ടിൽ ചെന്ന് നാളെ മുതൽ ഞാൻ 2 വചനം എഴുതിത്തരാം. നിങ്ങൾ ആ വചനം വിശ്വസിക്കുന്നെങ്കിൽ ആ വചനത്തിൽ ദൈവ സാന്നിധ്യം അവരെ തൊട്ടോളൂ. ഒരു 33 ദിവസം 33 ദിവസം നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. 31 ദിവസം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവർക്ക് എഴുതി കൊടുത്ത വചനം 28ാമത്തെ ദിവസം ആ വന്ന ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, ഞാൻ അദ്ദേഹം വിളിക്കുന്നത് കണ്ടപ്പോൾ വേഗം വളരെ പ്രതീക്ഷയോടെ പങ്കെടുത്തത്. പക്ഷെ അയാൾ പറഞ്ഞു, ഒന്നും നടന്നില്ല, എന്റെ മകളുടെ കുടുംബ ജീവിതത്തിൽ ഒന്നും ഒരു ചുക്കും നടന്നിട്ടില്ല. 28 ദിവസമായില്ലേ, ഞങ്ങൾ 28 ദിവസവും പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല.
എനിക്കത് കേട്ടപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ ഫോൺ എടുത്തെങ്കിൽ പെട്ടെന്ന് ടെൻഷനായി. പക്ഷെ 28 ദിവസമായി. അപ്പൊ ഞാൻ എന്തായാലും അന്നേരം വന്നൊരു മറുപടി 29, 30, 3 ദിവസമില്ലേ, 3 ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ എനിക്കൊരു ഭയമായിരുന്നു, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പോലും. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം യാദൃശ്ചികമാണ്. 32ാമത്തെ ദിവസമാണ് ആ കൊച്ചിന്റെ ബർത്ത്ഡേ. അത് അവര് പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ ടെൻഷന്റെ പുറത്ത് അതൊക്കെ മറന്നുപോയി. പക്ഷെ നോക്കുമ്പോൾ 31ാം ദിവസം കഴിഞ്ഞ് 32ാം ദിവസം ഈ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. 31ാമത്തെ ദിവസം രാത്രി 9-10 വരെ കിടക്കുന്നത് വരെ ഒരു മാറ്റം ഉണ്ടായില്ല, ഒരു മാറ്റവും. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഈ പുള്ളിക്കാരന്റെ ഫോൺ നോക്കുമ്പോൾ കാണുന്നത് ഹസ്ബൻഡിന്റെ വോയിസ് മെസ്സേജാണ്. കൊച്ചിന്റെ ബർത്ത്ഡേ, എനിക്ക് നിന്നെയും കൊച്ചിനെ കാണണം ആഗ്രഹമുണ്ട്, നീ ലൈവ് വരാൻ പറ്റുമോ, ലൈവ് കാണാൻ ആഗ്രഹമുണ്ട്. 32ാമത്തെ ദിവസം ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പോയി ടെൻഷന്റെ പുറത്ത് മറന്നുപോയി അവര് ഫോണിൽ 32ാം ദിവസം കാണുന്നത്. എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്ത മനുഷ്യൻ ഇത് വിളിച്ചത്? ഞാൻ വിശ്വസിക്കുന്നു എന്റെ അടുത്ത് ആ മനുഷ്യൻ കൗൺസിലിംഗ് വന്നിട്ടില്ല, എനിക്ക് അയാളെ അറിയത്തില്ല, അയാൾ എങ്ങനെ ഇരിക്കുന്നത് പോലും എനിക്ക് അറിയില്ല. ആ വീട്ടുകാരെ മാത്രം ജസ്റ്റ് ഒരു അരമണിക്കൂർ കണ്ടു എന്നതിൽ മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. ഞാനൊന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഒരു വചനം എഴുതി കൊടുത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ 32ാമത്തെ ദിവസമായി വിളിക്കുന്നു. ഇത് ദൈവത്തിന്റെ കൃപയിൽ അവളെ വേണ്ട, എതിരെയുള്ള പൊക്കോ, കൊച്ചിനെ വേണ്ടെന്ന് പറഞ്ഞ മനുഷ്യന് വെറുപ്പാണെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ ദൈവകൃപയിൽ ദുബായിൽ അവർ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതിനിടയിൽ പ്രവർത്തിച്ചത് ആരാണ്? ഇതിനിടയിൽ പ്രവർത്തിച്ചത് തകർന്ന വ്യക്തികളുടെ ജീവിതത്തെ പുതുക്കിപ്പണത് ദൈവത്തിന്റെ കരമല്ലാതെ മറ്റെന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ദൈവം ഒരാളെ തൊടുമെന്ന് ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്, അത് ഇന്നും നടക്കുന്ന അത്ഭുതമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരാളെ തൊടും, ആരെയുമല്ല. പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കുടുംബങ്ങളിൽ കസേരയോടെ ഇരിക്കുന്ന എല്ലാവരും ദൈവം തൊടും. ദൈവം തൊടാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രാർത്ഥനയോടെ ഇവിടെ ഇരുത്തിയത്. ഒരു ഫ്ലെക്സ് കണ്ടോ, ഒരു നോട്ടീസ് കണ്ടതുകൊണ്ടോ മാത്രം വന്നവരല്ല, ദൈവത്തിന്റെ ഒരു ക്ഷണം വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനം മറക്കുന്നതിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ കേട്ട ഈ വചനം യാഥാർത്ഥ്യമാകട്ടെ. ഇപ്പോൾ കേട്ട ഈ വചനത്തിന്റെ അനുഭവസ്ഥരാകട്ടെ. നിങ്ങൾ ഒത്തിരി ദൂരെ നിന്നും വാഹനത്തിലും ബസ്സിലും കാറിലൊക്കെ വന്നവരായിരിക്കാം. സങ്കടത്തോടെ ആയിരിക്കും ഈ വാതിൽ കയറി അകത്ത് വന്നിരുന്നത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ പ്രതീക്ഷയോടെ പോലും ആയിരിക്കില്ല വന്നത്. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണും, ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. എന്തായാലും ഇത്രയും സമയം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെ കുറിച്ചുണ്ടോ ദൈവ പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ബെഞ്ചിൽ നിങ്ങൾ ഇരുന്നത്. അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പോകാമായിരുന്നു. ആരും നിങ്ങളെ പിടിച്ചു കെട്ടി വെച്ചിട്ടില്ല, ആർക്കും പോകാം. ധ്യാനമായതുകൊണ്ടോ പ്രാർത്ഥന ആയതുകൊണ്ടോ ആരും ഇരിക്കണ്ട. പക്ഷെ ദൈവത്തിന്റെ ഒരു ക്ഷണമുണ്ടെങ്കിൽ തള്ളിക്കളയരുത്. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ തട്ടി നിർമ്മിച്ച് കളയരുത്. കണ്ണുകളെ അടച്ച് ദൈവം നിങ്ങളെ തൊടട്ടെ. ഈ ആദ്യ ദിവസം തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദൈവം തൊടട്ടെ. ദൈവത്തിന്റെ സൗഖ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ ഉണ്ടാകട്ടെ. കുഷ്ഠരോഗിയെ നശിപ്പിക്കുന്ന ആ വ്യക്തിയുടെ ശരീരത്തെ തന്നെ ഇല്ലാതാക്കുന്ന രോഗം വിട്ടുപോയതുപോലെ ജീവിതത്തിൽ ചിലർക്ക് മാറിപ്പോകട്ടെ. പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ ജീവിതത്തിൽ കയറി വരട്ടെ. നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾ പൊട്ടിപ്പൊട്ടി പോകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും അധരത്തെ തുറന്ന്, ഹൃദയം തുറങ്ങി അധരം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാവരും ശരണത്തിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശരണത്തിൽ പ്രാർത്ഥിക്കാമോ? ശരണത്തിൽ പ്രാർത്ഥിക്കാമോ?
ഗേറ്റ് കടന്നു പോകാൻ വരട്ടെ കേട്ടോ. എന്റെ കാര്യമൊന്നും നടക്കത്തില്ല, ഞാൻ ഇതിലും ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊക്കെ വലിയ ധ്യാനമൊക്കെ ഞാൻ കൂടിയിട്ടുണ്ട്. അതൊക്കെ മാറ്റിക്കളാം. ഞാൻ വലിയ പ്രസംഗനോ വലിയ പ്രഭാഷകനോ ഒന്നുമല്ല, പക്ഷേ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന വചനം ശക്തമാണ്. ആദ്യം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ. നിങ്ങൾക്കറിയുമോ എത്രയോ പേര് ഈ വചനത്തിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്? 7000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ വെച്ചിരിക്കുന്നു. ഇന്ന് ആത്മഹത്യയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മകനുള്ളതുപോലെ നാട് വിട്ട് ഇറ്റലി ദേശത്തേക്ക് പോയി. അവിടെ പാസ്പോർട്ട് വിസ ഒന്നുമില്ല, കള്ളത്തരത്തിൽ അവിടെ നിൽക്കുകയാണ്. കരഞ്ഞു പോയി നിലവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി ആത്മഹത്യ അവർ പറഞ്ഞു, അച്ഛോ നിങ്ങൾ പ്രസംഗിച്ച വചനങ്ങളൊക്കെ കേട്ടിട്ടായിരുന്നു ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ സങ്കീർത്തന വചനം സത്യമാണ്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ പോകുന്നതെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ തകർന്നു പോകില്ല. ദൈവം നിന്റെ കൂടെ ഉള്ളതിനാൽ നീ തകർന്നു പോകില്ല. ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. വലിയൊരു ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം.